സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, നിങ്ങൾക്കേവർക്കും ജീസസ് വോയിസ് മെസ്സേജ് എന്ന ദൈവവചന ധ്യാന ശുശ്രൂഷയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. അല്പസമയ ചിന്തയ്ക്ക് ഒരു വചനം വായിക്കുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം അധ്യായം 9 വാക്യം 2. ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. അന്ധതമസ്സുള്ള ദേശത്ത് പാർത്തവരുടെ മേൽ പ്രകാശം ശോഭിച്ചു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട ദൈവവചനം ആത്മീയമായ അന്ധകാരത്തിലായിരുന്ന വലിയൊരു സമൂഹത്തിന്മേൽ ക്രിസ്തുവാകുന്ന വെളിച്ചം പ്രകാശിപ്പിക്കുന്നതിനെക്കുറിച്ച് യെശയ്യാ പ്രവാചകൻ കണ്ട ദർശനമാണ്. ഇരുട്ടിലായിരിക്കുന്ന ജനം എപ്പോഴും പ്രതീക്ഷിക്കുന്നത് അഥവാ കാത്തിരിക്കുന്നത് വെളിച്ചത്തെയാണ്. അപ്രകാരം ഇരുട്ടിൽ കുടുങ്ങിപ്പോയ കുറേ കുട്ടികളുടെ അവസ്ഥ 2018 നാം പത്ര വാർത്തകളിലൂടെ വായിച്ച് കേട്ട് അറിഞ്ഞതാണ്. തായ്ലാൻഡിലെ 12 കുട്ടികൾ അവരുടെ ഫുട്ബോൾ കോച്ചുമായി ഒരു സായാഹ്നം ആസ്വദിക്കാനായി വളഞ്ഞ് തിരിഞ്ഞ് വഴികളുള്ള ഒരു ഗുഹയ്ക്കകത്ത് പ്രവേശിച്ചു. ആ സമയം അപ്രതീക്ഷിതമായി മഴ പെയ്ത് ആ ഗുഹയിൽ വെള്ളം കയറിയപ്പോൾ അവർ കൂടുതൽ ആ ഗുഹയ്ക്കുള്ളിലേക്ക് കയറിപ്പോവാൻ നിർബന്ധിതരായി. ഏകദേശം 3 ആഴ്ചയ്ക്ക് ശേഷമാണ് അവരെ രക്ഷിച്ച് പുറത്തു കൊണ്ടുവരാനായത്. മുങ്ങൽ വിദഗ്ധരുടെ പല ടീമുകൾ പല പ്രാവശ്യം അവരെ രക്ഷിക്കുവാനായി പരിശ്രമിച്ച് പരാജയപ്പെട്ടിരുന്നു. എങ്കിലും അവസാനം അവരതിൽ വിജയം കൈവരിക്കുകയാണുണ്ടായത്. അവരെ കാണുമ്പോൾ മുങ്ങൽ വിദഗ്ധർ ആശ്വസിക്കുവാൻ ഇടയായി. ഒരു പാറക്കെട്ടിൽ അവർ ഇരിക്കുകയായിരുന്നു. ഈ മുങ്ങൽ വിദഗ്ധരെ കണ്ട ആ കുട്ടികളും ആ ഫുട്ബോൾ കോച്ചും ഇരുളിൽ ഒരു വെളിച്ചമായി അവർക്ക് തോന്നുകയായിരുന്നു. എന്തായാലും രക്ഷാപ്രവർത്തകരെ കണ്ട ആ കുടുങ്ങിപ്പോയ എല്ലാവരും ആശ്വസിക്കുവാൻ പുറത്തു വരുവാനും ഇടയായി. പ്രവാചകനായ യെശയ്യാവ് വിവരിക്കുന്നത് ഇതുപോലെയുള്ള ഒരു അനുഭവമാണ്. ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. ഇവിടെ പ്രവാചകൻ ഉദ്ദേശിക്കുന്നത് ഇരുട്ട് എന്ന് പറയുന്നത് അക്രമവും അത്യാഗ്രഹവും അതിക്രമവും പീഡനങ്ങളും മത്സരങ്ങളും യുദ്ധങ്ങളും കലാപങ്ങളും നിറഞ്ഞ ഒരു ലോകത്തെയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 8:22 നാം ഇത് കാണുന്നുണ്ട്. എവിടെയും തകർച്ചകൾ മാത്രം, പ്രത്യാശയുടെ കിരണങ്ങൾ മിന്നിമായുന്ന അവസ്ഥ. അന്ധകാര നിബിഡമായ ജീവിതാവസ്ഥ. പ്രകാശത്തിൻ്റെ
ജീവൻ്റെ പ്രകാശത്തിൻ്റെ തന്നെ ഒരു കിരണം പോലും ഇല്ലാത്ത അവസ്ഥ. എങ്കിലും ഈ ഇരുണ്ട നാളുകൾക്കിടയിൽ യെശയ്യാപ്രവാചകൻ ഒരു നേരിയ വെളിച്ചം പ്രതീക്ഷിക്കുന്നുണ്ട്. യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം 9-ാം അധ്യായം 1-ാം വാക്യത്തിൽ അതാണ് നാം കാണുന്നത്. അവിടെ നാം വായിക്കുന്നത്, എന്നാൽ കഷ്ടതയിൽ ഇരുന്ന ദേശത്തിൽ തിമിരം നിലനിൽക്കയില്ല എന്ന് പറയാം. അവർ ആയിരിക്കുന്ന ആ കഷ്ടതയിൽ നിലനിൽക്കുന്ന ഒരു കഷ്ടത ഉണ്ടാവുകയില്ല എന്ന് പ്രത്യാശയാണ് പ്രവാചകൻ ദർശിക്കുന്നത്. അതെ, കഷ്ടതയ്ക്ക് ഒരു സമയമുണ്ട്, അത് കടന്നു പോകും, വീണ്ടും പ്രകാശം ഉദിക്കും. ആമേൻ, ആമേൻ.